ദുരന്ത നിവാരണ ഏകോപനത്തിലും മുന്നൊരുക്കങ്ങളിലും ഭരണകക്ഷി MLA ആയ റെജി ചെറിയാൻ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ മന്ത്രിമാർ കുട്ടനാട്ടിലേക്ക്. മന്ത്രി M. ലിജു ഇന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ നാളെയും കുട്ടനാട് സന്ദർശിക്കും. കുട്ടനാട്ടിലെ കെടുതി അറിയിക്കാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നായിരുന്നു റെജി ചെറിയാന്റെ ആരോപണം. തോട്ടപ്പള്ളി പൊഴി കൂടുതൽ മുറിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നും MLA ആരോപിച്ചു. ഇവിടെ പൊഴി മുറിച്ച് നേരത്തെ ഇട്ടാൽ വരുന്ന വെള്ളം അന്നേരം ഒഴുകി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് വന്നതും അവിടെ അത് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞതും. അതിനുശേഷം അത് ഇപ്പം ഒരു കാര്യമുണ്ട്, ഇത് മൊത്തം മുറിച്ച് നേരത്തെ തന്നെ ഇട്ടാൽ നമുക്ക് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് നല്ലൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുട്ടനാടിൻ്റെ തോടുകളെല്ലാം വൃത്തിയാക്കി രക്ഷാപ്രവർത്തനം വൃത്തിയാവണമെങ്കിൽ എല്ലാ പായലും കടകളും മാറ്റി. ഇന്നലെ തന്നെ ഞങ്ങൾ പോയ ആറ്റിൽ കൂടെ പോയ വഴി ഈ പായലും കടകളും മാറ്റിയിട്ടിരുന്നെങ്കിൽ തോടുണ്ട്, ഇവിടെ ഇടത്തോടുണ്ട്, നമുക്കെല്ലാം എത്തിപ്പെടാം വളരെ സുരക്ഷിതമായിട്ട്. പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ എല്ലാം പായൽ കയറി കടകൾ കയറി 10-20 വർഷമായിട്ട് ക്ലീൻ ചെയ്ത് കിടക്കുക. മുഖ്യമന്ത്രി ഞാൻ രാവിലെ വിളിച്ചു, അപ്പം മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല. റെജി ചെറിയാൻ വിളിച്ചപ്പോൾ താൻ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അടൂരും ഉണ്ടായിരുന്നു. ഞങ്ങളെ MLA ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം റെജി ചെറിയാൻ ശരിവച്ചു. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എന്തായാലും ആ പ്രശ്നം അത് പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ആ വിഷയം ഏറ്റെടുത്തു. എന്തായാലും റെജി ചെറിയാന്റെ ആരോപണം അത് മന്ത്രിസഭാ യോഗത്തിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം മന്ത്രിമാർ നേരെ കുട്ടനാട്ടിലേക്ക് വരികയാണ്. ഇന്നും നാളെയുമായി M. ലിജുവും അതോടൊപ്പം റവന്യൂ മന്ത്രിയും നേരിട്ടെത്തി തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തും. ഏറ്റവും വലിയ പ്രശ്നം ആ പൊഴിയുടെ വീതി സംബന്ധിച്ചുള്ള ഒരു തർക്കം അവിടെ തുടരുന്നുണ്ട്. അത് നേരിട്ട് കണ്ടു തന്നെ മന്ത്രിമാർ ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. രുചീഷ, ഈ പൊഴിയുടെ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ താൽക്കാലികമായി ഇരുമ്പുപാലം മുറിച്ചു മാറ്റിയതേ ഉള്ളൂ അതിൻ്റെ ഒരു ഭാഗം. ഏതായാലും ഈ പൊഴി അത് ഇപ്പോൾ 70 മീറ്ററോളം മാത്രമേ തനിയെ തുറന്നതാണ്. ബാക്കി കൂടി ഇപ്പോൾ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും ഈ പൊഴി തുറന്നു വിടേണ്ടതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് തുറന്നു വിടാനുള്ള ശ്രമം നടത്തിയാൽ എത്രമാത്രം അത് ഫലപ്രദമാകും എന്ന കാര്യത്തിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ന്യൂസ് മലയാളത്തോടാണ് റെജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രി താൻ വിളിച്ചിട്ട് തന്റെ ഫോൺ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു. അത്രമേലൊരു പ്രതിഷേധ സ്വരത്തോടു കൂടിയല്ല മുഖ്യമന്ത്രി വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് റെജി ചെറിയാൻ പറഞ്ഞതെങ്കിലും ഒരു ഭരണകക്ഷി MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അത്രയേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതും. ഏതായാലും ഇന്നലെ കുട്ടനാടിന്റെ എല്ലാം ദുരിതം കണ്ടൊരു MLA എന്ന നിലയിലാണ് അദ്ദേഹം അത് പറയാൻ പ്രേരിതനായതുപോലും. നമ്മളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവ സ്ഥലത്തെല്ലാം പോയതുമാണ്. ഏതായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം അതിലുണ്ടായത്. താൻ ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു, അതിനാലാണ് റെജി ചെറിയാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് എന്നതായിരുന്നു. ഏതായാലും അല്പസമയം മുൻപ് നമ്മൾ വീണ്ടും റെജി ചെറിയാനോട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ തിരക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ പ്രതികരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതിനെ റെജി ചെറിയാൻ ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ റെജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതിന് പിന്നാലെ, അതായത് കുട്ടനാടിൽ ഇത്തരത്തിൽ മഴക്കാലം ഉണ്ടാകുമ്പോൾ ദുരിതം ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റേണ്ടതുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം, ന്യൂസ് മലയാളത്തോട് തന്ന പ്രതികരണം. ആ പ്രതികരണത്തിൽ പറയുന്നത് പോലെ തന്നെ മറ്റ് മന്ത്രിമാരൊന്നും തന്റെ കാര്യങ്ങളിൽ ഈ കുട്ടനാടിന്റെ കാര്യത്തിൽ ഇടപെടാത്തതിലുള്ള വിയോജിപ്പും അദ്ദേഹം ഒരു തന്നാൽ കഴിയും വിധത്തിലുള്ള പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ്, വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെയാണ് കുട്ടനാടിന്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ചുമതലയുള്ള M. ലിജു ഇന്ന് തന്നെ സ്ഥലത്തെത്തും. തോട്ടപ്പള്ളി സ്പിൽവേയും അതോടൊപ്പം തന്നെ പൊഴിമുഖവും സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അനിൽകുമാർ അടക്കമുള്ളവർ ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് എത്തുമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും അല്പസമയം മുൻപ് റെജി ചെറിയാൻ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി രീതിയിൽ പറഞ്ഞത്, ഈ മന്ത്രിമാരെല്ലാം ഇങ്ങോട്ട് എത്തിയാൽ തന്നെ എങ്ങനെ ഇവിടെ ഈ കുട്ടനാട്ടിലേക്ക് കടക്കാൻ സാധിക്കും? ഇന്നലെ തന്നെ മണിക്കൂറുകൾ എടുത്താണ് നമ്മൾ പോയത്. AC റോഡ് അടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ട്, കുട്ടനാട്ടിൽ നിന്ന് അകത്തേക്കോ പുറത്തേക്കോ പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് ഗതാഗതം താറുമാറായി കിടക്കുകയാണ്. ആലപ്പുഴയുടെ പല ഭാഗത്തും മറ്റ് ജില്ലകളിലേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം റോഡ് ഗതാഗതം താറുമാറായി കിടക്കുകയാണ്. വലിയ വാഹനങ്ങളാണ് പോകാൻ, പിന്നെയും റിസ്ക് എടുത്ത് പോയാൽ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത് MLA തന്നെ അത് പറയുമ്പോൾ അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. രുചീഷ്.
ശരി അമൽ, എന്തായാലും MLA-യുടെ ആരോപണം അത് വലിയ ചർച്ചയായി. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഒരിക്കൽ കൂടി കേൾക്കാം. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴാണ് അദ്ദേഹം വിളിച്ചത്. ആണ് അതെ. ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പം അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്.